മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചരടുവലിയുമായി കെ.സി. വേണുഗോപാൽ 42 പേരുടെ പിന്തുണയുണ്ടെന്നാണ് കെ.സി. പക്ഷത്തിന്റെ അവകാശവാദം. കെ.സിക്ക് പൂർണ്ണ പിന്തുണയുമായി കെ. സുധാകരനും രംഗത്തുണ്ട്. കെ.പി.സി.സി ഓഫീസിന് മുന്നിൽ സുധാകരൻ അനുകൂലികൾ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. കെ.സി. കേരളം നയിക്കും എന്ന തലക്കെട്ടിലാണ് ഫ്ലെക്സ്. എം.എൽ.എമാരുടെ അഭിപ്രായം തേടി കഴിഞ്ഞ സണ്ണി ജോസഫ് പ്രമേയം അവതരിപ്പിച്ചു. എ.ഐ.സി.സി നിരീക്ഷകർ വൈകിട്ട് ഘടകകക്ഷികളുടെ അഭിപ്രായവും തേടും. ആർ റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഈ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള ചരടുവലി അത് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം ഇതിപ്പോൾ കെ.സി. പക്ഷവും ബി.ഡി. പക്ഷവും ഒരുപോലെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. കെ.സി. പക്ഷം ഒരുപാട് എം.എൽ.എമാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ള അവകാശവാദവുമായി രംഗത്തുണ്ട്. ഒപ്പം മുതിർന്ന നേതാവ് കെ. സുധാകരനും ശക്തമായ പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് സജീവമായി നിൽക്കുന്നു. അതിനിടെ കടുംപിടുത്തത്തിലാണ് വി.ഡി. സതീശൻ. തനിക്ക് മുഖ്യമന്ത്രി പദം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റ് മന്ത്രിസ്ഥാനങ്ങളും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോലും വി.ഡി. സതീശൻ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? കാര്യങ്ങൾ ഏത് തരത്തിൽ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കണം? ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗം പൂർത്തിയായി. എം.എൽ.എമാരുടെ അഭിപ്രായം നിരീക്ഷകർ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് അവർ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഘടകകക്ഷികളുടെ അഭിപ്രായമാണ് തേടേണ്ടത്. ഇപ്പോൾ 63 എം.എൽ.എമാരുടെ അഭിപ്രായം തേടിക്കഴിഞ്ഞു. 63 പേരുടെ അഭിപ്രായം തേടിക്കഴിഞ്ഞപ്പോൾ അതിൽ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ കെ.സി. വേണുഗോപാലിന് തന്നെയാണ് ഭൂരിപക്ഷം. 46 എം.എൽ.എമാരാണ് കെ.സി. വേണുഗോപാലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ 8 എം.എൽ.എമാർ ഇപ്പോൾ നമുക്ക് കാണാം. ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാൻ ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എം പിമാരുടെയൊക്കെ അഭിപ്രായം നേരത്തെ തന്നെ തേടിയതാണ്. ഇന്നലെ രാത്രി ബെന്നി ബെഹനാൻ നിരീക്ഷകരുമായി സംസാരിച്ചാണ്. 8 എം.എൽ.എമാർ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു. 3 പേർ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കും എന്ന നിലപാട് സ്വീകരിച്ചു. 6 പേരാണ് വി.ഡി. സതീശനെ അനുകൂലിച്ചത്. സ്വാഭാവികമായും വി.ഡി. സതീശന്റെ വിഭാഗവും എല്ലാവരും ഇത് പ്രതീക്ഷിച്ചതാണ്. കൂടുതൽ എം.എൽ.എമാരുടെ പിന്തുണ അത് കെ.സി. വേണുഗോപാലിന് തന്നെയായിരിക്കുമെന്ന്. മാത്രവുമല്ല, തിരക്കിട്ട ചരടുവലികൾ കഴിഞ്ഞ 3 ദിവസമായി തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു കെ.സി. വേണുഗോപാലിന് വേണ്ടി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 46 എം.എൽ.എമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഘടകകക്ഷികളുടെ നിലപാടാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടക്കമുള്ള എല്ലാവരും, RSP, മാണി സി കാപ്പൻ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് വൈകിട്ട് 4 മുതൽ 5 വരെയുള്ള സമയത്താണ് അവർക്ക് അപ്പോയിൻമെൻറ്റ് നൽകിയത്. ആ സമയത്ത് അവർ കെ.പി.സി.സി ആസ്ഥാനത്തെത്തി നിലപാട് അറിയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും നിരീക്ഷകരായ മുഗൾ വാസ്നിക്കും ഒപ്പം അജയ് മാക്കനും കെ.പി.സി.സി ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ തുടരുന്നുണ്ട്. രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം പുറത്തേക്കിറങ്ങും. വി.ഡി. സതീശൻ അല്പം മുമ്പ് പുറത്തേക്കിറങ്ങി. അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. വി.ഡി. സതീശന് പ്രതീക്ഷിച്ച ഒരുപക്ഷെ 25 എം.എൽ.എമാരുടെ പിന്തുണയെങ്കിലും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ട്. രഹസ്യമായി അവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ, പക്ഷേ അവിടെ രഹസ്യമായ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പരാതിയാണ് വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. കാരണം ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ എം.എൽ.എമാർക്ക് സ്വതന്ത്രമായി അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഏതായാലും ഏറ്റവും നിർണായകമായ ആദ്യഘട്ട നടപടിക്രമങ്ങൾ ഈ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നത് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഏതാനും സമയങ്ങൾക്കകം ഇനി രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇന്ദിരാഭവനിൽ നിന്നും പുറത്തേക്കിറങ്ങും. മറ്റു ഭൂരിഭാഗം നേതാക്കളും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എം പിമാരടക്കം ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, അജയ് മാക്കൻ, മുഗൾ വാസ്നിക് അടക്കമുള്ള നേതാക്കൾ മാത്രമാണ് ഇവിടെ തുടരുന്നത്. ഭൂരിഭാഗം എം.എൽ.എമാരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനു ശേഷം അവിടെ അവർ പിരിഞ്ഞു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല നൽകിക്കൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു. അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പിന്തുണയ്ക്കുകയും ചെയ്തു. ആ പ്രമേയം ഐക്യകണ്ഠേന ഈ പാർലമെന്ററി പാർട്ടി യോഗം പാസാക്കിയതോടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ് ബോൾ. ഇനി ചർച്ചകൾ ദില്ലിയിലേക്ക് മാറും. ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകൾ ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാകും. പിന്നീട് ദില്ലിയിലേക്ക് ചർച്ചകൾ മാറും. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ.